കേരളത്തിലെ ക്രൈസ്തവ സഭകളെയാകെ യേശുവിൻ്റെ ശിഷ്യനായ തോമാസ് ശ്ലീഹായുടെ പിൻഗാമികളായാണ് കണക്കാക്കുന്നത്. കോഴിക്കോട്ടെ ക്രൈസ്തവർക്കും ആ വലിയ പാരമ്പര്യമാണ് ഉള്ളത്. കോഴിക്കോട്ടെ ലത്തീൻ കത്തോലിക്ക രൂപതയ്ക്ക് ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രമാണുള്ളത്. പക്ഷേ കഴിഞ്ഞ പല നൂറ്റാണ്ടുകളായി ഇവിടെ ക്രൈസ്തവരുണ്ട്. ഇന്നത്തെ നിലയിൽ ഒരു ആഗോള സഭയായി ക്രൈസ്തവ സഭ വളരുന്നതിന് മുൻപ് തന്നെ മലബാറിൽ ക്രിസ്ത്യാനികളുണ്ട്. 1920കളിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിപ്പാർത്ത പാവപ്പെട്ട ജനങ്ങൾക്ക് അത്താണിയായി മാറിയത് കോഴിക്കോട് രൂപതയായിരുന്നു. ആഗോള ക്രൈസ്തവ സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയും സാമൂഹ്യനീതിക്ക് വലിയ പ്രാധാന്യമാണ് തൻ്റെ ഉദ്ബോധനങ്ങളിലെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴായി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട്. സാഹോദര്യത്തിലധിഷ്ഠിതമായ സമൂഹത്തിൻ്റെ വ്യവസ്ഥാപിത അനീതികളെ ചെറുക്കുന്നതിൻ്റെ, ഉച്ചനീചത്വങ്ങളെ ഇല്ലാതാക്കുന്നതിൻ്റെ, ലിംഗനീതിക്കായി പോരാടുന്നതിൻ്റെ, ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ഒക്കെ വക്താവായി അദ്ദേഹം നിരന്തരം നിലകൊള്ളുകയാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം മുതൽ ജെൻഡർ ബജറ്റിംഗ് വരെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മാർപ്പാപ്പ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ പുരോഗതിയും ക്ഷേമവും മുൻനിർത്തി സഭയ്ക്കും സർക്കാരിനും നിരവധി മേഖലകളിൽ സഹകരിക്കാൻ കഴിയും. ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാകട്ടെ റോമിലെ പൊന്റിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിറ്റർജിയിൽ വെച്ച് നടത്തിയ ഉദ്ബോധനത്തിനിടയിൽ രണ്ടാം വത്തിക്കാൻ സമ്മേളനത്തെ നിരാകരിക്കുന്ന പ്രവണതകൾക്കെതിരെ ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകി. ഇതാദ്യമായല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 2020 ഫ്രത്തല്ലി തൂത്തി എന്ന തൻ്റെ ചാക്രിക ലേഖനത്തിലൂടെയും സമാനമായ ചിന്ത തന്നെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കുവച്ചത്. ഫ്രത്തല്ലി തൂത്തി എന്നതിനർത്ഥം നാം എല്ലാം സഹോദരങ്ങളാണ്. അപ്പം മലബാറിലും കോഴിക്കോട് മേഖലയിലുമൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ മിഷൻ പ്രവർത്തനങ്ങൾ തിരുവിതാംകൂറിലുള്ളതുപോലെ തന്നെ ഒരു പരിധിവരെ നടന്നിരുന്നു. ആ പ്രവർത്തനങ്ങളുടെ ഒരു പ്രതിഫലനമായി അതിൻ്റെ ഒരു സംക്ഷിപ്ത ഇതിലേക്ക് വന്നപ്പോൾ 1923 ഈ രൂപത രൂപം കൊള്ളുകയാണ്. അത് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ പിതാവ് എന്നെ കറക്റ്റ് ചെയ്യണം. മംഗലാപുരം, കോയമ്പത്തൂർ, മൈസൂർ രൂപതകളുടെ ടെറിട്ടറി എടുത്തിട്ടാണ്, അതിൻ്റെ ഭാഗം എടുത്തിട്ടാണ് കോഴിക്കോട് രൂപത രൂപപ്പെടുന്നത്. ശരിയാണ്. മംഗലാപുരമുണ്ട്, കോയമ്പത്തൂരുണ്ട്, പിന്നെ പോണ്ടിച്ചേരി നമുക്ക് മാഹി കിട്ടി. അപ്പം ഇങ്ങനെയുള്ള പല രൂപതകളിൽ നിന്ന് മൈസൂർ ഉണ്ടായിരുന്നു. ഈ രൂപതകളിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ഈ കോഴിക്കോട് രൂപത അന്ന് സ്ഥാപിതമാകുക. അങ്ങനെ ആദ്യത്തെ മെത്രാനായിട്ട് മംഗലാപുരം മെത്രാനായിരുന്ന പെരീനി പിതാവിനെ മാർപ്പാപ്പ നിയമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ നിന്ന് രൂപതയുടെ ചരിത്രം ആരംഭിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. 1998 ഡിസംബർ 9 കോഴിക്കോട് രൂപത വിഭജിച്ച് കണ്ണൂർ രൂപത നിലവിൽ വന്നു. 2002 അഭിമന്തി ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് രൂപതയുടെ മെത്രാനായി നിയമിതനായി. മോൺസിഞ്ഞോർ വിൻസെന്റ് അറയ്ക്കൽ 2011 മുതൽ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി സ്ഥാനമേൽക്കുകയും രൂപതയെ നയിക്കുകയും ചെയ്തു. 2012 കോഴിക്കോട് രൂപതയുടെ മെത്രാനായി അഭിമന്തി വർഗീസ് ചക്കാലയ്ക്കൽ പിതാവ് സ്ഥാനമേറ്റെടുത്തു. സെന്റ് സേവിയേഴ്സ് കോളേജ് എരഞ്ഞിപ്പാലം, മേരിക്കുന്ന് ദേവാലയം എന്നിവ പിതാവിന്റെ വലിയ പരിശ്രമത്തിന്റെയും നേതൃപാടവത്തിന്റെയും വിജയമാണ്. കോഴിക്കോട് രൂപത രൂപപ്പെടുന്നത് 3 രൂപതകളും പോണ്ടിച്ചേരിയുടെ ഭാഗവും എടുത്തിട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. മൈസൂർ, മംഗലാപുരം, കോയമ്പത്തൂർ രൂപതകൾ. അങ്ങനെ രൂപപ്പെട്ട കോഴിക്കോട് രൂപത പിന്നീട് 3 രൂപതകൾക്ക് ജന്മം കൊടുക്കുന്നുണ്ട് വളരെ രസകരമായ വിധത്തിൽ. 53 പിതാവ് സൂചിപ്പിച്ചതുപോലെ കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടി തലശ്ശേരി രൂപത, 98 കണ്ണൂർ രൂപത, അതിനുശേഷം 2011-12 കാലഘട്ടങ്ങളിൽ
സോനപ്പെട്ട് രൂപത. ഈ 3 രൂപതകൾ അന്ന് രൂപപ്പെടുത്തിയെടുത്തു കോഴിക്കോട് രൂപത. അപ്പോൾ പല രൂപതകൾക്ക് ജന്മം കൊടുക്കുക. ഞാൻ മനസ്സിലാക്കി 950 പോപ്പുലേഷൻ തന്നെ ഇന്നും കോഴിക്കോട് രൂപതയ്ക്ക് ഒരുപക്ഷെ അതിനേക്കാൾ കുറവാണ് കോഴിക്കോട് രൂപതയ്ക്ക് ഇപ്പോഴും ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുമെന്ന് പറയുന്ന ഒരു സാധാരണ സിദ്ധാന്തം ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നത് കോഴിക്കോട് രൂപതയ്ക്ക് ബാധകമായിട്ടുണ്ട്. കുടിയേറ്റ മേഖലയിലെ പേരാവൂർ, എടൂർ, കിളിയന്തറ, നെല്ലിക്കാംപൊയിൽ, വയാട്ടുപറമ്പ്, ചെമ്പേരി, ചെറുപുഴ, അങ്ങാടിക്കടവ്, പൈസക്കിരി, ചെമ്പൻതൊട്ടി എന്നീ പള്ളികൾ ഇപ്പോഴത്തെ തലശ്ശേരി അതിരൂപതയിലും മരുതോങ്കര, വടത്തുംകടവ്, കുളത്തുവയൽ, കൂരാച്ചുണ്ട്, കല്ലാനോട്, പെരുവണ്ണാമൂഴി, കോടഞ്ചേരി, കണ്ണോത്ത്, വേനപ്പാറ, മരിയാപുരം പള്ളികൾ താമരശ്ശേരി രൂപതയിലും, കല്ലോടി, സുൽത്താൻ ബത്തേരി, നടവയൽ, തേനേരി, തരിയോട്, മണിമൂളി, നെന്മേനി, നിലമ്പൂർ എന്നീ പള്ളികൾ മാനന്തവാടി രൂപതയിലും വിശ്വാസത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളായി സ്ഥിതി ചെയ്യുന്നു. അന്നത്തെ കുളത്തുവയൽ ഇടവക വികാരിയും MSMI സന്യസ്ത സമൂഹത്തിന്റെ സ്ഥാപകനുമായ CJ വർക്കിയച്ചനെയും അവരുടെ ശുശ്രൂഷയ്ക്കായി നൽകി. മാനുഷിക ബുദ്ധിക്ക് ചിന്തിച്ചാൽ ഇതൊന്നും സാധ്യമാകുകയില്ല. പക്ഷേ അവരിൽ പ്രവർത്തിക്കുന്ന ദൈവിക ചൈതന്യം ആ തരത്തിൽ മറ്റ് വേറിട്ട് കാണാതെ എല്ലാ സമൂഹങ്ങൾക്കും വേണ്ടി നിഷ്കാമമായി കർമ്മം ചെയ്യുന്ന ഒരു വലിയ സാക്ഷ്യം സമൂഹത്തിന് കൊടുത്തു എന്നുള്ളതാണല്ലോ അതിലൂടെ മനസ്സിലാക്കുന്നത്. അതായത് അവരുടെ ചിന്ത ഇതായിരുന്നു, ഞങ്ങളിവിടെ ഉള്ളത് എല്ലാ ക്രിസ്ത്യാനികൾക്കും വേണ്ടിയിട്ടാണ്, എല്ലാ കത്തോലിക്കർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ മറ്റു റീത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യത്യാസം കണക്കാക്കിക്കൊണ്ടല്ല അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു ദിവസം തന്നെ എത്രയോ കിലോമീറ്റർ നടന്നിട്ടാണ് ഈ മിഷനറിമാർ പോയിട്ട് കുർബാനയൊക്കെ ചെല്ലിട്ടുണ്ടെന്ന് അറിയാമോ? ഞാനൊരു സംഭവം ഓർത്തു പോവാണ് പിതാവ് പറഞ്ഞപ്പോൾ. 940കളിൽ കോളഞ്ചേരി പ്രദേശത്ത് കുടിയേറ്റം നടന്ന കാലഘട്ടങ്ങളിലാണ്. പിതാവ് സൂചിപ്പിച്ച പോലെ 1920 അവസാന ഭാഗത്ത് 20കളുടെ അവസാന ഭാഗത്ത് കുടിയേറ്റം ആരംഭിച്ചു. അപ്പോൾ കോളഞ്ചേരി പ്രദേശത്തുള്ള കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടി അന്ന് അവിടെ വേറെ ഈ പറയുന്ന വൈദികരോ അജപാലന ശുശ്രൂഷ ചെയ്യാൻ ആരുമില്ല. കോഴിക്കോട് നിന്നാണ് ബഹുമാനപ്പെട്ട മുതലാരി അച്ഛൻ്റെ നേതൃത്വത്തിലൊക്കെ അവിടെ വന്നുകൊണ്ടിരുന്നത്, അവിടെ സന്ദർശിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം നടന്നു വേണം വരാൻ. ആ കാലഘട്ടത്ത് യാത്രാ സൗകര്യങ്ങൾ വളരെ പരിമിതമാണല്ലോ. മാതാപിതാക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ തോളിലൊരു ഭാണ്ഡക്കെട്ടുണ്ടാവും, കൊയ്ന ഗുളിക, അദ്ദേഹത്തിന് ബലിയർപ്പിക്കാനുള്ള വസ്തുക്കൾ ഇതൊക്കെയായി വന്ന് ആളുകൾക്ക് കൊയ്ന ഗുളിക കൊടുക്കുകയും ബലിയർപ്പിക്കുകയും അവരുടെ അജപാലനവും അവരുടെ സാമൂഹ്യവും ആരോഗ്യപരമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചിരുന്ന കാലം ഞാൻ ഓർത്തു പോവുകയാണ്. അന്ന് ജസ്യൂട്ട് ഫാദേഴ്സ് ആയിരുന്നു എല്ലാവരും അറിയപ്പെടുക. അവരെ കോഴിക്കോട് രൂപതയിൽ ജസ്യൂട്ട് ഫാദേഴ്സ്. അപ്പം മുതലാരി പിതാവ് ഒക്കെ അവിടെ വരുന്ന അല്ലെങ്കിൽ അച്ഛനൊക്കെ അവിടെ വരുന്ന കാലഘട്ടങ്ങളിൽ ഒരിക്കലും കഥ കേട്ടത് രസകരമായ ഒരു സംഭവം ഞാൻ ഓർക്കുന്നത്, അദ്ദേഹം ഒരു പ്രാവശ്യം നടന്നു വരുമ്പോൾ വലിയ ആനക്കുഴിയിൽ വീണു. ആ ആനക്കുഴിയിൽ കിടന്ന് തന്നെ അദ്ദേഹം അന്ന് പുറത്തു വരാൻ സാധിക്കാത്തത് കൊണ്ട് അവിടെ വെച്ച് ബലിയർപ്പിച്ചു എന്നാണ് കേൾവി. രസകരമായിട്ടുള്ള ഇത്തരം ചില സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ അവരുടെ ആ ഒരു ദിശാബോധം അത് സമൂഹത്തിലെ ഒരു സമുദായത്തിന് വേണ്ടി മാത്രമായിട്ട് കാണാൻ കഴിയുമോ എന്ന് സംശയിക്കേണ്ടി. കാരണം ഇപ്പം സെൻറ്റ് വിൻസെൻ്റ് ഹോമിൻ്റെ കാര്യം അല്ലെങ്കിൽ വിൻസെൻ്റ് ഹോമിൻ്റെ കാര്യം വെച്ചപ്പോൾ സമൂഹത്തിലെ നാനാജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ സമുദായങ്ങളെയും ഉൾച്ചേർത്ത് പോകുന്ന ഒരു ആത്മീയതയും ഒരു പ്രവർത്തനങ്ങളും അവരിൽ ആ കാലഘട്ടത്തിൽ ദർശിച്ചിരുന്നു എന്നുള്ളത് തീർച്ചയായും ഉണ്ടായിരുന്നു. അപ്പോൾ തുടർന്ന് വന്നത് പെരിനി പിതാവിന് ശേഷം പിന്നെ പത്രോണി പിതാവ് എനിക്ക് തോന്നുന്നത് കോഴിക്കോട് രൂപതയുടെ സുവർണ്ണകാലം എന്നറിയപ്പെടുന്ന കാലമാണെന്ന് വേണമെങ്കിൽ പറയാൻ. പിതാവിന് മാറ്റി നിർത്തിയിട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടത്തെക്കുറിച്ചുകൂടി ഒന്ന് പിതാവ് കുറച്ചുകൂടി വിശദമാക്കിയാൽ നന്നായിരുന്നു. ഈ പത്രോണി പിതാവിൻ്റെ കാലഘട്ടങ്ങളിൽ കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തി പിന്നീട് അന്ന് തുടങ്ങിയ ആരോഗ്യ പ്രവർത്തനങ്ങൾ. ഇപ്പം നിർമ്മല ഹോസ്പിറ്റലൊക്കെ കുടിയേറ്റ ജനതയുടെ ഒരു ആശാകേന്ദ്രമായിരുന്നു, മേരിക്കുന്ന് ഹോസ്പിറ്റൽ. അപ്പോൾ ആരോഗ്യ പ്രവർത്തനങ്ങൾ ചെയ്തത്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ചുകൂടി ഒന്ന് സൂചിപ്പിച്ചു പോയാൽ നന്നായിരിക്കും. അതെ, ഈ നിർമ്മല ഹോസ്പിറ്റലിൽ പത്രോണി പിതാവ് വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അത് സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചു കൊടുത്തു, കാരണം നല്ല നിലയിൽ നടത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. ഈ നിർമ്മല സിസ്റ്റേഴ്സിന് മുമ്പ് ഈ നമ്മളുടെ ഇപ്പോഴുള്ള ഉർസുലൈൻ സിസ്റ്റേഴ്സിന് മുമ്പ് വേറെ സിസ്റ്റേഴ്സ് അത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം മാറിയിട്ടാണ് ഈ ഉർസുലൈൻ സിസ്റ്റേഴ്സിന് ഇതിൻ്റെ ഭരണമെല്ലാം ഏൽപ്പിച്ചത്. അപ്പോൾ ആ ഹോസ്പിറ്റൽ ഇന്നും വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. അവർ വളരെ നല്ലൊരു കർമ്മമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒത്തിരി ആളുകൾക്ക് അവർ സേവനം ചെയ്തിട്ടുണ്ട്. എത്രയോ ആളുകളെ നേഴ്സിംഗ് രംഗത്ത് പഠിപ്പിച്ച് നല്ല പൗരന്മാരായിട്ട് അല്ലെങ്കിൽ നല്ല വളർച്ചയുള്ളവരായിട്ടൊക്കെ കൊണ്ടുവരികയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ നേട്ടമാണ്.
അതുപോലെ തന്നെ പത്രോണിപിതാവിൻ്റെ കാലത്ത് പിന്നെ ഉണ്ടായത് പല സ്ഥാപനങ്ങൾ വീണ്ടും അദ്ദേഹം പള്ളികൾ, അതുപോലെ സ്കൂളുകൾ, അതുപോലെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുകയുണ്ടായി. കോൺവെൻറ്റുകൾ ഒക്കെ കൊണ്ടുവന്നൊക്കെ സ്ഥാപിച്ച് അങ്ങനെ രൂപതയെ വളർത്താൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത്. പക്ഷേ പത്രോണിപിതാവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിപരമായിട്ട് ആളുകൾ അറിയുകയും വ്യക്തിപരമായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആടുകളുടെ അറിയുന്നതാണ് ഈ പത്രോണിപിതാവിനെ കുറിച്ച് പറയുന്നത്. പിതാവിൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു കാളവണ്ടിയുടെ ചക്രം എന്തോ പൊട്ടിപ്പോയിട്ട് ചെയ്തിട്ട് ഒരാൾ ഇവിടെ വന്നു. അതിന് അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് പത്രോണിപിതാവിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ കാളവണ്ടിയുടെ ചക്രം പോയി എനിക്ക്. അപ്പോൾ അന്ന് എത്ര രൂപ വരും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇത്ര രൂപ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാളവണ്ടി വാങ്ങിക്കാൻ എത്ര രൂപ വരും എന്ന് ചോദിച്ചു. അപ്പോൾ അതിനും ഇത്ര രൂപ എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം തന്നെ ഒരു കാളവണ്ടി വാങ്ങിക്കാനുള്ള പൈസ കൊടുത്ത് അയാളെ വിറ്റു എന്നാണ് പറയുന്നത്. വേറൊരു ഉദാഹരണം പറയുന്നത്, ഒരിക്കലൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകളെ കെട്ടിക്കണം. ആ മകളെ കെട്ടിക്കാനായിട്ട് കുറച്ച് പൈസ ആവശ്യമുണ്ടായിരുന്നു. അന്ന് 12,000 രൂപയൊക്കെ കൊടുത്ത് കെട്ടിക്കുന്ന സമയമാണത്. അപ്പോൾ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു 500-1000 രൂപ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ വന്നത്. അപ്പോൾ ഇവിടെ വന്ന് സംസാരിച്ച് മകനെ, ഇവിടെ ആരും പണം കടം കൊടുക്കാറില്ല, നമ്മൾ കൊടുക്കില്ല. അപ്പോൾ പിന്നെ ചോദിച്ചു എത്ര രൂപയാണ് നിങ്ങൾ കൊടുക്കുന്നത്? അപ്പോൾ പറഞ്ഞു ഇത്ര രൂപ 2,000 രൂപയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. ആ 2,000 രൂപ അപ്പം തന്നെ എഴുതി കൊടുത്ത് അയാളെ വിട്ടെന്നാണ് പറയുന്നത്. ഇതുപോലത്തെ വളരെയധികം ഉദാഹരണങ്ങളുണ്ട് എല്ലാവർക്കും. എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു അനുഭവം ഉണ്ടായിരുന്നുണ്ട്. ഞാൻ സെമിനാരി ചേരാനായിട്ട് എറണാകുളത്ത് വരാപ്പുഴ അതിരൂപത മന്ദിരത്തിൽ ചെന്നു. ഞാനും എൻ്റെ അപ്പനും ഉണ്ടായിരുന്നു. അങ്ങനെ എന്നോട് എന്തിനാണ് വന്നത്, എന്താണ് ചെയ്യേണ്ടത് ഒന്നും പറയുന്നില്ല. കുറേ നേരം വൈദികരെക്കുറിച്ചും ഈശോയെക്കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തരികയായിരുന്നു. അതായത് 1.5 മണിക്കൂർ വരെ എന്നോട് സംസാരിച്ചു, എൻ്റെ അപ്പനോടും ഒക്കെ ആയിട്ട്. അവസാനം പറഞ്ഞു ജൂൺ മാസം 30-ാം തീയതി മംഗലാപുരത്ത് എത്തണം, അവിടെ സെമിനാരി തുടങ്ങുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിതാവിൻ്റെ മോതിരമൊക്കെ മുത്തി ഞങ്ങളിതിനെ പോരാൻ പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹം പേഴ്സെടുത്ത് തുറന്ന് ഒരു 100 രൂപ എൻ്റെ കയ്യിൽ വെച്ച് തരികയാണ്. ആ കാലഘട്ടത്തിൽ. അപ്പോൾ അപ്പനും ഞാനും പറഞ്ഞു വേണ്ട, പൈസ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ മതി, സെമിനാറിൽ എങ്ങനെയെങ്കിലും പ്രവേശനം കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ളൂ. എന്നാൽ ഈ 100 രൂപ പിതാവ് തരായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പൈസ വേണ്ട പിതാവേ, അല്ല ഇത് പിടിച്ചോ, എന്തെങ്കിലുമൊക്കെ വാങ്ങാം. പക്ഷെ ഒരു കാര്യം, നീ വൈദികനാകുമ്പോൾ ഇതൊന്നും മറക്കരുത്. നിനക്ക് പണം ഉണ്ടാകുമ്പോൾ നീ അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ടുള്ള ധൈര്യം കാണിക്കണം എന്ന് കൂടി അന്ന് പറയുന്നുണ്ടായിരുന്നു. ഇന്നേ വരെ ഞാനത് എപ്പോഴും ഒരാൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും പണം ചോദിച്ചോ എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഓർക്കുന്നത് പത്രോണിപിതാവ് പറഞ്ഞ ഈ വാചകങ്ങളാണ്. നിനക്ക് പണം ഉണ്ടാകുമ്പോൾ നീ മറ്റുള്ളവരെ ഓർമ്മിക്കണം എന്നുള്ളത്. ഇന്നത്തെ ഈ കാലഘട്ടത്തിലൊക്കെ പണം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ വന്നു റൂട്ട്സൊക്കെ മറക്കുന്നൊരു കാലഘട്ടമാണ്. മറ്റുള്ളവരെയും മറന്നുപോകും. അതേസമയത്ത് ഞാൻ ഇന്നും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് എൻ്റെ റൂട്ട്സ് മറക്കാതെ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലാൻ എപ്പോഴും നോക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പത്രോണിപിതാവിനെ കുറിച്ച് പറയുന്നത്, നമ്മുടെ കുടിയേറ്റ മേഖലയിലേക്ക് അദ്ദേഹം ചെല്ലു കഴിയുമ്പോൾ അദ്ദേഹം ഷൂസൊക്കെ ഇട്ടിട്ടല്ലേ ചെല്ലണത്. അപ്പോൾ പലയിടത്തും നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കസേരയിലിരുത്തി പൊക്കിയെടുത്തുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോകുമായിരുന്നു പറഞ്ഞത്. അത്രമാത്രം സ്നേഹമായിരുന്നു ഈ പിതാവിനോട് അവർക്കുണ്ടായിരുന്നത്. ആ കുർബാന കഴിയുമ്പോഴും പൊക്കിയെടുത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ച് പുഴ പോലും കടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഇതുപോലെ പൊക്കിയെടുത്തുകൊണ്ടാണ്, കസേരയിലേക്ക് ഇരുത്തിയിട്ട്. അദ്ദേഹമാണെങ്കിൽ വലിയൊരു മനുഷ്യനായിരുന്നു, ആചാനുബാഹുവായൊരു മനുഷ്യനായിരുന്നു. ആ അദ്ദേഹത്തെ പൊക്കിയെടുത്തുകൊണ്ടൊക്കെ പോകുന്നതിന് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ കുടിയേറ്റ ജനത അന്ന് വളരെ സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ അവരങ്ങനെ കൊണ്ടുപോവുകയാണ്. അതാണ് അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങൾ പറയാൻ ചോദിക്കുക. അവർ ശരിക്കും നേരത്തെ ചാക്കോ സാർ പറഞ്ഞതുപോലെ അജഗണങ്ങളുടെ ഗന്ധമുള്ള ഒരു ഇടയനായിരുന്നു അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഞാൻ പിതാവ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് ഓർത്തു പോയത്, തീക്ഷ്ണതയോടെ ചെറുപ്പത്തിൽ ചാച്ചൻ്റെ കൂട്ടത്തിൽ ഈ പിതാവിൻ്റെ അടുത്തൊരു വൈദികനാകാനായിട്ട് പിതാവ് ചെന്നെന്ന് പറഞ്ഞല്ലോ. പിതാവിൻ്റെ ആ ഒരു ചെറുപ്പം അറിയാൻ വാസ്തവത്തിൽ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഇത് കാണും. അപ്പോൾ അതിനെക്കുറിച്ചുകൂടെ ഒന്ന് വിശദീകരിക്കുന്ന നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്ര തീക്ഷ്ണതയോടെ എനിക്ക് പൈസയല്ല ആവശ്യം, എനിക്ക് വൈദികവൃത്തി അല്ലെങ്കിൽ എനിക്ക് പുരോഹിതനാകാനുള്ള കാര്യം നിറവേറുക എന്ന് പറയും. അതിന് ആ സാഹചര്യം ഉണ്ടായിരുന്നു, ആ തരത്തിലേക്ക് രൂപപ്പെട്ടത്
ഞാൻ ജനിക്കുന്നത് 1953 ഓ ഞാനൊരു 4ാം ക്ലാസ് വന്നപ്പോഴേക്കും എൻ്റെ പള്ളിയിലെ അപ്പനെ അറിയാമായിരുന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ അവിടെ പള്ളിമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അച്ഛൻ വിളിച്ചു. എന്നെ അച്ഛൻ വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, നീ അവധിക്കാലമാകുമ്പോൾ എൻ്റെ അടുത്ത് വരണം, കുർബാനയ്ക്ക് കൂടാനായിട്ട് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. ഞാൻ വീട്ടിൽ വന്ന് അപ്പനോട് പറഞ്ഞു, അമ്മയോടും പറഞ്ഞു. അവർക്ക് വളരെ സന്തോഷമായി. അങ്ങനെ അവധിക്കാലമായപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോകുമായിരുന്നു. അച്ഛൻ ഈ കുർബാനയ്ക്ക് കൂടുന്ന പ്രാർത്ഥനകളെല്ലാം ഒരു പേപ്പറിൽ എഴുതി എന്നെ പഠിപ്പിക്കുമായിരുന്നു, ഓരോ പ്രാർത്ഥനകളും. അന്ന് ലത്തീൻ പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ലത്തീൻ കുർബാനയിൽ കൂടാനായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും എന്നെ അച്ഛൻ പഠിപ്പിച്ചു തരും. അതെല്ലാം പഠിപ്പിച്ചു തന്ന് ഞാൻ കുർബാനയ്ക്ക് കൂടി. കുർബാനയ്ക്ക് വിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒറ്റ ദിവസം മുടക്കാതെ ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. എൻ്റെ അപ്പനും അമ്മയും ഒറ്റ ദിവസം മുടക്കാതെ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. എൻ്റെ സഹോദരങ്ങളും പോകുമായിരുന്നു. എൻ്റെ ഇടവ മാളപ്പള്ളിപ്പുറം സെയിൻറ്റ് ആൻ്റണീസ് ചേർച്ച് എന്ന് പറയും. അന്നത് വരാപ്പുഴ അതിരൂപതയുടെ പള്ളിയാണ്. ഇന്ന് കോട്ടപ്പുറം രൂപതയുടെ പള്ളിയാണത്. അപ്പോൾ ഈ മാളപ്പള്ളിപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ താലൂക്കിൽപ്പെട്ടതാണ്. ഞങ്ങളെല്ലാം കൊടുങ്ങല്ലൂർക്കാരാണ്. കൊടുങ്ങല്ലൂർ അടുത്ത് ജീവിക്കുന്ന ആളാണ്. കൊടുങ്ങല്ലൂർ സാർ നേരത്തെ പറഞ്ഞതുപോലെ യൂതന്മാരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം. പിന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി ഉണ്ടായ സ്ഥലമൊക്കെയാണ്. വളരെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട മുസീരീസ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇതാണ്. അതുപോലെ തന്നെ മാളയ്ക്കടുത്താണ് ഈ മാളപ്പള്ളിപ്പുറം. ഞാൻ പഠിച്ചതൊക്കെ മാളയിലാണ്. ഈ മാളയിലൊരു യൂതപ്പള്ളി ഇപ്പോഴും ഉണ്ട്. യൂതന്മാരുടെ സെമിട്രി ഉണ്ട്. അപ്പം അത്ര പ്രബലമായിട്ടുള്ള ഒരു യൂത സമൂഹം അവിടെ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. പിന്നെ എനിക്ക് ഈ ദൈവവിളി കിട്ടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുർബാനയോടുള്ള അടുപ്പമാണ്. ഓരോ ദിവസവും പോയി കുർബാനയിൽ കൂടി ഇങ്ങനെ ആകണം എനിക്കെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായി. പിന്നെ അമ്മയുടെ അപ്പൻ്റെയൊക്കെ മാതൃകാപരമായിട്ടുള്ള ജീവിതം, അവരുടെ പ്രാർത്ഥനാ ജീവിതം, അത് പിന്നെ വികാരിയച്ഛൻ്റെ സ്റ്റൈൽ ഓഫ് ലൈഫ് എന്നോട് ഒത്തിരി സ്നേഹത്തോടുകൂടി അദ്ദേഹം പെരുമാറിയിരുന്നു. കുർബാന കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ ഒരണയൊക്കെ എടുത്ത് തന്നുകൊണ്ട് പറയും, ഒരു ചായയും ഒരു നെയ്യപ്പൊക്കെ വാങ്ങിച്ച് കഴിച്ചോളാം. ഒരു ബനവഞ്ചൻ നടുവത്തെഴുത്ത് എന്ന് പറയും. ബനവഞ്ചൻ അദ്ദേഹം സ്വദേശിയായിട്ടുള്ള അദ്ദേഹം ബോൾഗാട്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ആളായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ വൈദികനാകാനായിട്ട് ഉള്ള ആഗ്രഹം ഉണ്ടായി. 971 മംഗലാപുരത്ത് പോയി. 981 അച്ഛനായി. അതിനുശേഷം ഞാൻ ദൈവശാസ്ത്രത്തിൽ ഉന്നത ബിരുദമെടുത്തു. അതിനുശേഷം റോമിലേക്ക് പോയി. റോമിൽ പോയി ഡോക്ടറേറ്റ് കാനലോയിലെടുത്തു. തിരിച്ചു വന്നു. നമ്മളുടെ മംഗലാപുരം സെമിനാരിൽ ഞാൻ ഒരു 7-8 വർഷത്തോളം പഠിപ്പിച്ചു. അപ്പോഴാണ് കണ്ണൂർ രൂപത സ്ഥാപിതമായത്. ആദ്യത്തെ മെത്രാനായിട്ട് കണ്ണൂർ രൂപതയിലേക്ക് എന്നെ വിടുകയാണുണ്ടായത്. ഇപ്പം ഇന്ന് അത് അവിടെ ഒരു 13-14 വർഷത്തോളം അവിടുത്തെ മെത്രാനായിരുന്നു. അതിനുശേഷമാണ് എന്നെ കോഴിക്കോട്ടേക്ക് 2012 കോഴിക്കോട്ടേക്ക് വിട്ടത്. ഞാനിപ്പോൾ കോഴിക്കോട്ടുണ്ട്. ഇപ്പോൾ 10 വർഷമായി. ഇപ്പം ഞാൻ മെത്രാനായിട്ട് 25 വർഷങ്ങളൊക്കെ 21 വർഷമായിപ്പോൾ. അതിൻ്റെ ജൂബിലി കൂടിയാണ്. അതെ, അതിൻ്റെ ജൂബിലിയും കൂടെ വരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ രൂപതയുടെ ജൂബിലിയും അതുപോലെ തന്നെ എൻ്റെ ജൂബിലിയും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു കാലഘട്ടമായിരിക്കും അത്. അങ്ങനെയാണ് ഈ ഒരു ജൂബിലി ആഘോഷത്തിന് പേരിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ചുരുക്കിയായി എഴുതിയിരിക്കുന്നത് 100 years ഓഫ് ഗ്രേസ്, കൃപയുടെ 100 വർഷങ്ങൾ എന്നാണ്. തീർച്ചയായും ദൈവത്തിൻ്റെ അനന്തമായ പരിപാലന എത്രയോ പേർക്ക് ഈ 100 വർഷം ലഭിച്ചിരിക്കുന്നു. കോഴിക്കോട് രൂപത അതിൻ്റെ 75ാം വാർഷികം ആഘോഷിച്ചപ്പോഴാണ് കണ്ണൂർ രൂപതയ്ക്ക് ജന്മം കൊടുത്തത്. ഇനി ഈ 100ാം വർഷത്തിൽ തീർച്ചയായും ഈ രൂപത മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് നന്മയ്ക്ക് കൊടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം നന്മയുടെ 100 വർഷങ്ങളുടെ പിന്നാമ്പുറ ചരിത്രവും ഇത്രയും ചുറുചുറുക്കോടുകൂടെ ഈ ഒരു ദൈവജനത്തെ, കോഴിക്കോട് രൂപതയെ നയിക്കുന്ന ചക്കാലക്കൽ പിതാവിൻ്റെ ആ നിരന്തരമായ ഔത്സുക്യവുമൊക്കെ മാത്രമല്ല, ഇവിടുത്തെ വൈദികരുടെ, സമർപ്പിതരുടെ, ദൈവജനത്തിൻ്റെ ഒക്കെ കൂട്ടായ്മയും ഐക്യവുമൊക്കെ കാണിക്കുക. ഇനിയും ഈ 100ാം വർഷം
ഈ രൂപതകളുടെ മാതാവ്, പ്രത്യേകിച്ച് ഇങ്ങനെ കനിചൂടി നിൽക്കുന്ന മലബാറിൻ്റെ ഈ അമ്മമരം നിരവധി ഫലങ്ങൾ നൽകുമെന്നുള്ളത് എന്നും നമുക്ക് പ്രത്യാശയുണ്ട്. കണ്ണൂർ രൂപതയുടെ എളിയ ഇടയൻ എന്ന നിലയ്ക്ക് ഞാനിവിടെ നിൽക്കുമ്പോൾ, രൂപതയുടെ തന്നെ കണ്ണൂർ രൂപതയിലെ എല്ലാ ദൈവജനത്തിൻ്റെയും സ്നേഹവും കടപ്പാടും കൃതജ്ഞതയും ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുക. കാരണം കണ്ണൂർ രൂപത പിറവിയെടുത്തപ്പോൾ അതിനെ ഇങ്ങനെ താലോലിച്ച് ഓമനിച്ച് താരാട്ടുപാടി വളർത്തിയെടുത്ത വ്യക്തിയാണ് വർഗീസ് ചക്കാലക്കൽ പിതാവ്. തീർച്ചയായും പിതാവിൻ്റെ കഷ്ടപ്പാടും കണ്ണീരും ത്യാഗവുമാണ് അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഇത്രയേറെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. നെറോണ പിതാവിൻ്റെ കാലഘട്ടങ്ങൾ, പത്തുമണി പിതാവിന് ശേഷം 80 മുതൽ കുറേ വർഷങ്ങളുണ്ടായിരുന്നല്ലോ. ആ നെറോണ പിതാവിൻ്റെ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ഓർത്തെടുക്കാവുന്ന പ്രത്യേകിച്ചുള്ള സംഭവ വികാസങ്ങളോ അനുഭവങ്ങളോ എന്തെങ്കിലും പിതാവിന് ഷെയർ ചെയ്യാനുണ്ട്? നെറോണ പിതാവും വളരെയധികം പള്ളികൾ പുതുതായിട്ടൊക്കെ പണിത് ഉണ്ടാക്കുകയുണ്ടായി, സ്കൂളുകൾ സ്ഥാപിച്ചു. പിന്നെ നമ്മളുടെ ഇപ്പോൾ ഈ എരഞ്ഞിപ്പാലത്തുള്ള ന്യൂവൽ സെൻറ്റർ, ധ്യാന സെൻറ്റർ, അത് സ്ഥാപിച്ചതൊക്കെ പിതാവായിരുന്നു. അതുപോലെ തന്നെ പല പള്ളികളിലും ഈ അച്ഛന്മാർക്ക് താമസിക്കാനുള്ള ഭവനങ്ങൾ ഉണ്ടാക്കി, വൈദിക ഭവനങ്ങൾ. അതെ, വൈദിക ഭവനം ഉണ്ടാക്കി, പാരിഷ് ഹാളുകൾ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ട് ഇവിടുത്തെ നമ്മൾ ശരിക്കും നോക്കേണ്ട മെത്രാന്മാരെപ്പോഴും ഈ ഓരോ ഇടവകയിലും ഉണ്ടാകേണ്ട കാര്യങ്ങളെ പറ്റി ആലോചിച്ച് അതുണ്ടാക്കുവാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധ കൊടുക്കാനുണ്ടായത്. ഇന്നിപ്പോൾ കോഴിക്കോട് രൂപത വളരെ ശോഷിച്ച രൂപതയായിട്ട് തോന്നും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് ഒരു പകുതി ആളുകൾ കണ്ണൂർക്ക് പോയി, പിന്നെ കുറേ ആളുകൾ സുൽത്താൻപേട്ടയ്ക്ക് പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ കുറഞ്ഞു, സ്ഥാപനങ്ങൾ കുറഞ്ഞു. ഈ രൂപതയ്ക്കുണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചു കൊടുത്തു, മറ്റുള്ളവരൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് രൂപതാ സ്ഥാപനം എന്ന് പറഞ്ഞ് വളരെ ഇന്ന് കുറച്ചേ ഉള്ളൂ. അതിൻ്റെ മുഖ്യ കാരണം കൊടുത്തു പഠിച്ച ശീലമാണ് രൂപതയ്ക്കുള്ളത്. അതെ, 953 തലശ്ശേരി രൂപത ഉണ്ടായിരുന്നപ്പോൾ 30-ലധികം ദേവാലയങ്ങൾ, പള്ളികൾ, സ്ഥലങ്ങൾ, അതുപോലെ സ്കൂളുകൾ, ഇതെല്ലാം കൊടുക്കുകയുണ്ടായി. ഒരു പള്ളിയിൽ മാത്രം, അതൊരു രൂപതയിലെ വികാരി ഒരാൾ എന്നോട് പറഞ്ഞതാണ്, 300 ഏക്കർ സ്ഥലം ആ വർഷം തന്നെ കൊടുക്കുകയുണ്ടായെന്നാണ് പറയുന്നത്. 300 ഏക്കർ സ്ഥലം, 250 ഏക്കർ സ്ഥലം ജനങ്ങൾക്ക് കൊടുക്കാനും 50 ഏക്കർ സ്ഥലം പള്ളിക്കും വേണ്ടി. അത് ഇന്നും 50 ഏക്കർ സ്ഥലമുണ്ട്. കോടഞ്ചേരിയുടെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. കോടഞ്ചേരിയെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം കൊടുത്ത ചരിത്രമാണ് കോഴിക്കോട് രൂപതയ്ക്കുള്ളത്. ഇങ്ങോട്ട് വാങ്ങിയെടുത്ത ചരിത്രം വളരെ കുറവാണ്. 2014 രൂപത വീണ്ടും വിഭജിച്ച് സുൽത്താൻപേട്ട് രൂപത നിലവിൽ വന്നു. 500 സംവത്സരങ്ങളുടെ ക്രൈസ്തവ പാരമ്പര്യത്തെയും കോഴിക്കോട് രൂപതയുടെ 100ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന കൃപയുടെ ദിനങ്ങളെയും അനുസ്മരിക്കുമ്പോൾ മതാത്മകതയ്ക്കപ്പുറം മലബാറിന്റെ മണ്ണിൽ സ്നേഹത്തിന്റെ പൈതൃകം തീർക്കാൻ കോഴിക്കോട് രൂപതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ചരിത്രമാണ് വാസ്തവത്തിൽ. നമ്മൾ ഈ നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ കൊടുക്കാനുള്ള, ഇന്ന് കാലത്ത് എന്തെങ്കിലും ഷെയർ ചെയ്യാനുള്ള മനോഭാവം വളരെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിൽ കൊടുത്ത ചരിത്രങ്ങൾ പ്രഘോഷിക്കാനുള്ളൊരു അവസരമായിട്ട് ജൂബിലി മാറട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ്. ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പം നെറോണ പിതാവിൻ്റെ കാലഘട്ടത്തിന് ശേഷം കളത്തിപ്പറമ്പ് പിതാവ് വന്നു. ഒരു ഏകദേശം 10 വർഷത്തോളം കളത്തിപ്പറമ്പ് പിതാവ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിതാവ് വരുന്നത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലെല്ലാം ഈ ഔദ്യോഗികമായിട്ട് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അജപാലന ദൗത്യ മേഖലയിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് പിതാവ് സൂചിപ്പിച്ചു. അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലകളിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നല്ലോ. സാധാരണക്കാരായ എല്ലാ സമൂഹത്തെയും വിദ്യ പരിശീലിപ്പിക്കാം. ഞാനിപ്പം വെബ്സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ രൂപതയുടെ വെബ്സൈറ്റിൽ ആദ്യം 50കളിൽ 50,000 പേരുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അത് കുറഞ്ഞ് അതിനേക്കാൾ കുറവാണ് നിൽക്കുന്നത്, രൂപത ഡിവൈഡ് ചെയ്തത്. പക്ഷേ അവിടെ ഒരു മെച്ചം ഞാൻ കണ്ടത്, അജപാലന ശുശ്രൂഷ ചെയ്യാനുള്ള വൈദികരുടെ എണ്ണവും ഒരു വൈദികൻ്റെ കീഴിൽ ശരാശരി വരാവുന്ന വിശ്വാസികളുടെ എണ്ണവും എടുത്താൽ അത് മെച്ചപ്പെട്ടു. 200 പേർക്ക് ഒരു വൈദികൻ എന്നുള്ള നിലയിൽ ഇപ്പായി.
മുമ്പ് അത് 500 പേർക്കൊരു വൈദികനുള്ള നിലയിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ വളർച്ച അതൊരു വളർച്ചയായിട്ട് തന്നെ ഞാൻ കാണുന്നത്. ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളത് ശരിയായിരിക്കാം, പക്ഷേ 200 വൈദികർ അല്ലെങ്കിൽ 200 ആളുകൾക്ക് ഒരു വൈദികനെ വെച്ച് ഇപ്പം ലഭ്യമാകുന്നുള്ളത് ആ തരത്തിലുള്ള ഒരു ആത്മീയ വളർച്ച രൂപതയ്ക്ക് ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ തരത്തിലാണ് റിഫ്ലക്ട് ചെയ്യുന്നതിലൂടെ പിതാവ് എന്ന് വിശദീകരിച്ചത് നന്നായിരുന്നു. ആത്മീയമായിട്ട് നല്ല വളർച്ച തന്നെ കോഴിക്കോട് രൂപതയിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. അതിനുവേണ്ടി എല്ലാ മെത്രാന്മാരും വൈദികരും സന്യസ്തരും ഒക്കെ വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ സാറിനറിയാവുന്നതുപോലെ വിവിധ സഭകളിലെ കോൺഗ്രിഗേഷനിലെ വൈദികരും സന്യസ്തരും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സ്കൂളായാലും പള്ളി ആയാലും അതുപോലെ മറ്റ് സാമൂഹ്യ സേവനമായാലും എല്ലാ ഇടങ്ങളിലും പ്രവർത്തിക്കും. ആധ്യാത്മികമായിട്ട് രൂപതയെ വളർത്താൻ വേണ്ടി ഇവരെല്ലാവരും പ്രത്യേകമായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. ആധ്യാത്മികമായിട്ട് അതിനുവേണ്ടി എന്താ പറയുന്നത്, ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ മതബോധന രംഗമൊക്കെ ഇത്ര സജീവമാക്കാനായിട്ട് ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ച ഒരു രൂപത കോഴിക്കോട് രൂപതയായിരുന്നു. മതബോധന രംഗം എന്തൊക്കെ ചെയ്യണം, അപ്പം മറ്റുള്ള രൂപതകൾക്ക് മാതൃകയായിട്ട് മതബോധന രംഗം കാണിച്ചു കൊടുത്ത രൂപതയാണ് കോഴിക്കോട് രൂപത. 1973 രൂപത കൊണ്ടാടിയ സുവർണ ജൂബിലി. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ജൂബിലി ചടങ്ങുകളിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, മലബാറിന്റെ മഹോത്സവമായി ജൂബിലി മാറുകയും ചെയ്തു എന്നതാണ് വാസ്തവം. 1980 സെപ്റ്റംബർ 7 കോഴിക്കോട് രൂപതയുടെ ആദ്യ തദ്ദേശീയ മെത്രാനായി മാക്സ്വെൽ നൊറോണ പിതാവ് ചുമതല ഏറ്റെടുക്കുന്നത്. മാനാഞ്ചിറ മൈതാനിയിൽ നടത്തപ്പെട്ട മെത്രാഭിഷേക മഹോത്സവം അവിസ്മരണീയമായ ഒരു അനുഭവം തന്നെയായിരുന്നു. രൂപതയിലെ സോഷ്യൽ സർവീസ് സൊസൈറ്റി ആരംഭിച്ചതും ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ശക്തിപ്പെടുത്തിയതും പിതാവാണ്. പിതാവിൻ്റെ കാലത്താണ് രൂപതയിൽ ബിബ്ലിക്കൽ മതബോധന ആരാധനാ കമ്മീഷനുകൾ ആരംഭിക്കുന്നതും രൂപതയുടെ പാസ്റ്ററൽ സെന്റർ എരഞ്ഞിപ്പാലത്ത് NRC സ്ഥാപിക്കുന്നതും. കേരള സഭയ്ക്ക് തന്നെ അഭിമാനിക്കാവുന്ന ബൈബിൾ കലോത്സവത്തിന് തുടക്കം കുറിച്ചത് മാക്സ്വെൽ പിതാവാണ്. കോഴിക്കോട് രൂപത ഉണ്ടായത് ചിറക്കൽ മിഷൻ്റെ വളർച്ചയോടുകൂടിയാണ്. അവിടെ മിഷണറീസ് പ്രവർത്തിച്ച കാര്യം ഞാൻ പറയേണ്ടത് ചാക്കർ സാറിനും അറിയാമല്ലോ. അപ്പോൾ അവിടെ അത്രയും ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ജീവൻ കൊടുത്തു എന്നുള്ളതാണ്. വീടുണ്ടാക്കി കൊടുത്തു, അതുപോലെ തന്നെ സ്ഥലം കൊടുത്തു, വിദ്യാഭ്യാസപരമായിട്ട് വളർത്താൻ നോക്കി. അവരെ ഓരോ കുടുംബങ്ങളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് നമ്മുടെ ദേവഗിരി കോളേജിലൊക്കെ നിർത്തി പഠിപ്പിച്ച് അവരെ അധ്യാപകരാക്കി അവർക്ക് പല ജോലികൾ വാങ്ങിക്കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്ത ഒരു ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും, അതായത് ഒരു വ്യക്തിയുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി ഈ രൂപത പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അത് ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഇന്നും വളരെ അഭിമാനത്തോടു കൂടിയാണ് ചിറക്കലിലുള്ള ഈ ചിറക്കൽ മിഷനിൽ അല്ലെങ്കിൽ കണ്ണൂർ രൂപതയിലെ ഭൂരിഭാഗം വരുന്ന ദളിത് ക്രൈസ്തവർ അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയാം. അവർക്ക് ജീവനുണ്ടായി. തീർച്ചയായിട്ടും അതെ. അപ്പോൾ വഴിയും സത്യവും ജീവനുമായിട്ടുള്ള ക്രിസ്തുവിനെ അവർക്ക് കണ്ടുമുട്ടി. അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം വന്ന നിമിഷമായിരുന്നു എന്നൊക്കെ അവർ പറയണം. അപ്പോൾ ആധ്യാത്മികമായിട്ട് വളരാൻ വേണ്ടി വളരെയധികം കാര്യങ്ങൾ ഇവിടുത്തെ വൈദികരൊക്കെ ചെയ്തിട്ടുണ്ട്. കേരള സഭയിലെ ഏറ്റവും വലിയ മിഷൻ കേന്ദ്രമായ ചിറയ്ക്കൽ മേഖലയിലെ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ലിയോ പ്രോസർപിയോ പിതാവിൻ്റെ കാലഘട്ടത്തിലാണ്. ഫാദർ പീറ്റർ കെയ്റോണി SJ, ഫാദർ ജോസഫ് ടഫ്രയിൽ SJ, ഫാദർ ലീനസ് മരിയ സുക്കോൾ, ഫാദർ ജെയിംസ് മൊന്തനാനി SJ, ഫാദർ അലോഷ്യസ് ഡിൽ സോട്ടോ SJ, ഫാദർ മൈക്കിൾ വെൻഡ്രമിൻ SJ, ഫാദർ വെർഗോട്ടനി SJ എന്നീ മഹനീയരെ ധന്യതയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ പിതാവെ, ഞാൻ പെട്ടെന്ന് ചിറക്കൽ മിഷനെ കുറിച്ച് പിതാവ് പറഞ്ഞപ്പോൾ ഓർക്കുന്നത്, അതൊരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നിന്ന് രൂപത ഏറ്റെടുത്ത് നടപ്പാക്കി വിജയിച്ച് സമൂഹത്തിന് മാതൃകയായ ഒരു മിഷനാണല്ലോ ചിറക്കൽ മിഷൻ. അതേപോലെ തന്നെ ചാലിൽ എന്ന് പറയുന്ന ഒരു മിഷൻ, അതിനെയും ചാലിൽ മിഷൻ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്, കണ്ണൂർ ജില്ലയിൽ നടന്നത്. അതുകൂടി ഒന്ന് വിശദമാക്കാം. ചാലിൽ എന്ന് പറയുമ്പോൾ അത് തലശ്ശേരിക്ക് തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ്, കടലിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലം. അവിടുത്തെ ജനങ്ങൾ കൂടുതലും ഈ മത്സ്യം പിടിക്കുന്ന ആളുകളാണ്. ഇന്നതൊക്കെ മാറ്റം വന്നു. ഇന്ന് ഓരോ വീട്ടിലും ജോലിയുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ പണ്ട് കാലത്ത് ഇവരെല്ലാം മത്സ്യപിടുത്തക്കാരായിരുന്നു. അപ്പോൾ അവർ വീടുകളൊക്കെ ചെറ്റക്കുടിലുകളായിരുന്നു. ആ ചെറ്റക്കുടിലുകളൊക്കെ പൊളിച്ചു മാറ്റി അവർക്ക് വീട് വെച്ച് കൊടുത്തത് ജോസഫ് തഫ്രേൽ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ മിഷനറി ആയിരുന്നു. ആ തഫ്രേലച്ചൻ്റെ പ്രവർത്തനഫലമായിട്ടാണ് 100 കണക്കിന്
വീടുകൾ അവിടെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു. ഇന്നും ആ വീടുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ വീടുകളാണ്. അതുപോലെ തന്നെ മനോഹരമായിട്ടൊരു പള്ളി പണിതു. ആ പള്ളിക്ക് ചുറ്റും നമ്മൾ പള്ളിക്കൂടം ഉണ്ടാകുന്നത് പോലെ തന്നെ പള്ളിക്ക് ചുറ്റും പള്ളിക്കൂടം ഉണ്ടായി. പിന്നെ എല്ലാ വീടുകളും ഇവിടെ മണിയടിച്ചു കഴിഞ്ഞാൽ 1 മിനിറ്റിനുള്ളിൽ എല്ലാവർക്കും പള്ളിയകത്ത് കയറാൻ പറ്റും. അതുപോലെയാണ് വീടുകൾ പണിതു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു സംരംഭമായിരുന്നു. അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ വിപ്ലവമായിരുന്നു പറയാം. ഈ അച്ഛൻ്റെ ഒരു മനുഷ്യൻ്റെ വിപ്ലവമാണ്, ഒരു മനുഷ്യൻ സൃഷ്ടിച്ച വിപ്ലവം. അപ്പോൾ അതായത് ഒരു മനുഷ്യൻ വിചാരിച്ച എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനൊരു തെളിവാണത്. ആ ഇറ്റാലിയൻ മിഷനറി തന്നെയാണ് പിന്നീട് പല സ്ഥലങ്ങളിലും പള്ളികൾ വയ്ക്കാനൊക്കെ, അതായത് കൊട്ടുകപ്പാറ, പാറയ്ക്കപ്പാറ, ആനയാണ്ടഗിരി, മലയാമ്പാടി, കനകപ്പള്ളി, അതുപോലെ താപം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പള്ളി വെച്ചത് ഈ വൈദികനാണ്. ഈ വൈദികൻ്റെ പ്രവർത്തനപരമായിട്ടാണ് അങ്ങനെ ഉണ്ടായത്. ശരിക്കും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, രൂപതയുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിരുന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് പിതാവ് പറഞ്ഞതിനോട് ഞാൻ ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ സെൻറ്റ് വിൻസെൻ്റ് ഹോം സാധാരണക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അവിടെ രൂപപ്പെട്ടു. അതിനോടനുബന്ധിച്ചുള്ള സെൻറ്റ് വിൻസെൻ്റ് ഇൻഡസ്ട്രി ഉണ്ടായി. നമുക്കറിയാം, ആ ഇൻഡസ്ട്രിയിലൂടെ ഒരുപാട് പേരെ സ്വയം തൊഴിൽ പര്യാപ്തമാക്കി മാറ്റി. ചാനൽ മിഷനും ചിറക്കൽ മിഷനും വഴി കുടപ്പാടമില്ലാത്തവരും അടിസ്ഥാന വികസന സൗകര്യങ്ങളില്ലാത്തവർക്കും അത് ചെയ്തു. ഇതൊക്കെ ഒരു പരിധിവരെ സർക്കാരുകൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ തമസ്കരിക്കപ്പെട്ട സമൂഹത്തിനോടൊപ്പം നിന്നുകൊണ്ട് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ കോഴിക്കോട് രൂപത വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചതായിട്ട് പിതാവ് സൂചിപ്പിച്ചു.